ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദ് ഉൾപ്പെടെ 9 പേരുടെ ജാമ്യാപേക്ഷ തള്ളി ഡൽഹി ഹൈക്കോടതി. പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ചാണ് ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി. നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഡൽഹി ഹൈക്കോടതി വിധി തെറ്റെന്ന് പറയുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24നോട് പറഞ്ഞു. കലാപസമയത്ത് രഹസ്യ കൂടിക്കാഴ്ചകൾ നടന്നതായും രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. രഹസ്യ കൂടിക്കാഴ്ചകൾ നടന്നിട്ടില്ലെന്നും വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായതിന്റെ പേരിൽ കുറ്റക്കാരനാകുമോ എന്നും പ്രതിഭാഗം വാദിച്ചു. ജസ്റ്റിസ് നവീൻ ചൗള, ജസ്റ്റിസ് ശാലിന്ദർ കൗർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഡൽഹി കോടതി വിധി തെറ്റെന്ന് പറയുമെന്ന് ബിനോയ് വിശ്വം 24നോട്. നിയമവാഴ്ചയെ മാനിക്കുന്ന എല്ലാ ആളുകളും ഒരേപോലെ പറയും ഈ തീരുമാനം ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനം തെറ്റാണെന്ന് പറയും. 5 കൊല്ലമായി ചെറുപ്പക്കാർ ജയിലിലാണ്, വിചാരണ പോലുമില്ലാതെ. അതിനെല്ലാം ഭരണകൂടം ചവിട്ടിയരക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഭരണകൂട ധിക്കാരത്തിന്റെ മുമ്പിൽ കോടതി ഇതുപോലെ വിധേയത്വം കാണിക്കാൻ പാടില്ലായിരുന്നു. ഭരണകൂടത്തിന് ഇഷ്ടപ്പെടാതിരിക്കാം, പക്ഷെ കോടതി അതിന്റെ മുമ്പിൽ ഇങ്ങനെ വച്ചാനിച്ച് നിൽക്കാൻ പാടില്ലായിരുന്നു. അതാണ് ഇപ്പൊ കണ്ട കാര്യം. 2020 കലാപ ഗൂഢാലോചന കേസിൽ 5 വർഷമായി വിചാരണയില്ലാതെ തടവിലാണ് ഉമർ ഖാലിദ് അടക്കമുള്ള 9 പേർ. ഡൽഹി കലാപ കേസിൽ തസ്ലീം അഹമ്മദിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് തള്ളിയിരുന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.